കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശബരിമലയിലെ വാതിൽ പൊളിച്ച് എത്തിച്ചിരുന്നുവെന്ന് ഭാരവാഹികൾ. 2019 മാർച്ച് 10 ക്ഷേത്രത്തിൽ പൂജകൾ നടന്നിരുന്നു. പൊതുസമ്മേളനത്തിൽ നടൻ ജയറാം പങ്കെടുത്തു. ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്നാണ് വാതിൽ പാളി ശബരിമലയിലേക്ക് കൊണ്ടുപോയതെന്നും ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മീഡിയ വണ്ണോട് പറഞ്ഞു. കൊണ്ടുവന്നു 2017 പിന്നെ 2019 മാർച്ച് 10 ആണ് വാതിൽ കൊണ്ടുവന്നത്. അത് അന്നേരമാണ് ഇതിന്റെ മൂടി അടിക്കുന്നത് തന്നെ, കവറിങ് അടിക്കുന്നത്. അടിച്ച് അവിടെ തിരുവേദി പൂജയൊക്കെ കഴിഞ്ഞ് അന്ന് ജയറാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ദേവസ്വത്തിന്റെ അധികാരികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു യോഗമായിട്ട് തന്നെ വിളിച്ചാണ് പരിപാടി നടത്തിയത്. അലങ്കരിച്ച ഒരു രഥത്തില് അത് ചില ക്ഷേത്രങ്ങളുടെ മുന്നിൽ പോയി അവിടുത്തെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് എരുമേലി വഴിക്ക് പമ്പയിൽ അന്ന് വൈകിട്ട് ചെന്നു. പമ്പയിലെ സ്ട്രോങ് റൂമിൽ അന്ന് വെച്ച് പിറ്റേ ദിവസം രാവിലെ ട്രാക്ടറിൽ ശബരിമലയ്ക്ക് കൊണ്ടുപോയത്. പിറ്റേ ദിവസം 5 മണിക്കാണ് നട തുറക്കുള്ളായിരുന്നു. അന്ന് സമർപ്പിച്ചു. അത് കഴിഞ്ഞാണ് ഞങ്ങളൊക്കെ തിരികെ പോരുന്നത്. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, എന്താണ് ഈ അമ്പലത്തിലേക്ക് വാതില് പൊളിച്ചെത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, എന്ത് വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ധന്യ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണവാതിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധയിടങ്ങളിൽ അത് പ്രദർശിപ്പിക്കുകയും അത് ഭക്തരിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്തതടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചതിന് പിന്നാലെ ഇന്ന് ചെന്നൈയിലും സമാനമായ ചടങ്ങ് നടന്നിരുന്നു. അവിടെ പങ്കെടുത്തിരുന്നു നടൻ ജയറാം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ അദ്ദേഹം പറഞ്ഞത് കോട്ടയം ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്ഷണപ്രകാരം പോയിരുന്നു എന്നതാണ്. ആ ക്ഷേത്രം കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിലുള്ള ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. 2019 മാർച്ച് 10 സ്വർണ്ണ വാതിലുമായി ഇവിടെ രഥഘോഷ യാത്ര നടന്നത്. നടൻ ജയറാമിനോടൊപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രത്തിന്റെ ചടങ്ങിന്റെ നോട്ടീസും ചിത്രങ്ങളും നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. 5 പേർ ചേർന്നാണ് സ്വർണ്ണവാതിൽ സമർപ്പിക്കുന്നതെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അതിന്റെ അകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും CK വാസുദേവൻ ഉൾപ്പെടെയുള്ളവരുടെയും പേരുകളുണ്ട്. CK വാസുദേവന്റെ നേരെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പീഠം കൈവശം സൃഷ്ടിച്ചിരുന്നത് CK വാസുദേവനാണെന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. ഈ CK വാസുദേവൻ അവിടെ ക്ഷേത്ര ഭാരവാഹിയായിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നതെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഇടപാടുകളിലൊന്നും ഒരു ദുരൂഹതയും തോന്നിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ നായർ എന്ന നിലവിലെ ക്ഷേത്രം പ്രസിഡന്റ് വ്യക്തമാകുന്നത്. അല്പസമയത്തിനകം ഇദ്ദേഹം നേരിട്ടുള്ള ഒരു പ്രതികരണം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നടൻ ജയറാം ഇന്ന് രാവിലെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി ക്ഷേത്രത്തിന്റെ ഭരണ നേതൃത്വം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ധന്യ. ശരി ജോസി.